വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് എങ്ങനെയാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യണേ നോക്കി, എങ്ങനെയാണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യണേ, സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഫോം ചെയ്യണേ എന്നൊക്കെ നോക്കി. അപ്പോൾ നമുക്കത് നോക്കിയപ്പോൾ ആ എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് സംശയങ്ങളുണ്ട്. ചിലത് പെയർ ചെയ്തു, ചിലത് പെയർ ചെയ്തില്ല, എന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെയുള്ള കുറേ സംശയങ്ങൾ ആ തിയറിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് വന്നു. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. എന്താണ് വാലൻസ് ബോണ്ട് തിയറിയുടെ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ മെനി അസംഷൻസ്. ഈ തിയറി കുറേ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ അതിൻ്റെ ജസ്റ്റ് പോസ്റ്റുലേറ്റ് നോക്കിയിട്ട് കുറച്ച് എക്സാമ്പിൾസേ നോക്കിയുള്ളൂ. അപ്പോൾ ആ തിയറി എന്ന് പറയുന്നത് കുറേ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് കനോട്ട് ഡിസ്റ്റിങ്വിഷ് വീക്ക് ഫീൽഡ് ആൻഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ചെയ്തത് ഓർക്കുണ്ടാവും. CONH3 6 ടൈംസ് 3+ഉം അതുപോലെ തന്നെ COF6 3-ഉം. ഈ രണ്ട് എക്സാമ്പിൾ നമ്മൾ നോക്കിയപ്പോൾ ഒരെണ്ണത്തിൽ എന്താണ് ലിഗാൻസ് പെയർ ചെയ്തു, D2sp3 ഹൈബ്രിഡൈസേഷനും ഒരെണ്ണം sp3d2 ഹൈബ്രിഡൈസേഷനും ആയിരുന്നു. ആ ഇന്നർ ആയിട്ടുള്ള ഡി ഓർബിറ്റൽ യൂസ് ചെയ്തിട്ടുള്ള കേസിൽ, അമോണിയയുടെ കേസിൽ അവിടെ എന്തുണ്ട്, ഇന്നർ ആയിട്ടുള്ള ഡി ഓർബിറ്റൽസിനെ കൊണ്ട് പെയർ ചെയ്യിപ്പിച്ചു, അതിലുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിപ്പിച്ചു. അങ്ങനെ അൺപെയർഡ് ഇലക്ട്രോൺസിനെ പെയർ ചെയ്യാൻ കഴിവുള്ള ലിഗാൻസിനെയാണ് നമ്മൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് എന്ന് പറയുക. അതുപോലെ തന്നെ ഈ F6 COF6 3- എന്നുള്ള ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഫ്ലൂറിഡോ ലിഗാൻഡായിട്ട് വന്നപ്പോൾ ആ കൊബാൾട്ടിലത്തെ അവസാനത്തെ ഷെല്ലിലത്തെ അൺപെയർഡ് ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസാനത്തെ ഷെല്ലിൽ അൺപെയർഡ് ഇലക്ട്രോണിനെ പെയർ ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ലിഗാൻസിനെയാണ് നമ്മൾ വീക്ക് ഫീൽഡ് ലിഗാൻസ് എന്ന് പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലത് വീക്ക് ഫീൽഡ് ലിഗാൻസ് എന്നോ അല്ലെങ്കിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഏതാ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഏതാ എന്നൊന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ചിട്ട് സാധിച്ചില്ല. പിന്നെ അതുപോലെ ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മാഗ്നറ്റിക് ഡാറ്റ. നമ്മൾ അതിലുള്ള അൺപെയർഡ് ഒരു എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അൺപെയർഡ് ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ബിഹേവിയർ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അൺപെയർഡ് ഇലക്ട്രോൺസിനെ നോക്കിയിട്ട് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്, അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരുമ്പോഴും 2 അൺപെയർഡ് ഇലക്ട്രോൺ വരുമ്പോഴും അല്ലെങ്കിൽ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം വരും. അത് എത്രത്തോളമാണ് ആ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ തരാൻ ഈ വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ചിട്ട് പറ്റിയില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ കൈനറ്റിക് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കൈനറ്റിക് സ്റ്റെബിലിറ്റി, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കൈനറ്റിക് സ്റ്റെബിലിറ്റി, അതുപോലെ അതിൻ്റെ ഷേപ്പ്, ആക്ച്വലായിട്ട് അതിൻ്റെ ഷേപ്പ്, കളറ്, സ്പെക്ട്ര, അതേപോലെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചില കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കളേർഡ് കോംപ്ലക്സ് ആണ്, എന്തുകൊണ്ടാണ് അത് കളർ ഫോം ചെയ്യണത്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സ്പെക്ട്രൽ പ്രോപ്പർട്ടീസിന് കാരണം എന്താണ് എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് സാധിച്ചില്ല. പിന്നെ അതുപോലെ ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ എക്സാക്ട് ടെട്രാഹെഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ. ഇപ്പം നമ്മൾ നിക്കലിൻ്റെ 2 എക്സാമ്പിൾ നോക്കിയപ്പോൾ NiCl 4 ടൈംസ് 2-ഉം അതുപോലെ NiCN 4 ടൈംസ് 2-ഉം. ഈ 2 എക്സാമ്പിൾ നോക്കിയപ്പോൾ NiCl4 ടെട്രാക്ലോറിഡോ നിക്കലേറ്റ് അയോൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇത് ഒരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആയിരുന്നു. വേറാസ് ഈ സെക്കൻഡ് വൺ ടെട്രാസയനോ നിക്കലേറ്റ് അയോൺ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. എന്തുകൊണ്ടാണ് ചിലത് ടെട്രാഹെഡ്രൽ ചിലത് സ്ക്വയർ പ്ലാനാർ എന്നൊന്നും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ ഈ ലിമിറ്റേഷനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു തിയറി കൊണ്ടുവരണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് തിയറി നോക്കാം.